Direction മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത്രേ. Amen. This is the time over for you to change the direction. ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് ചില ബന്ധങ്ങളിൽ നിന്ന് നീ പുറത്തു വരുവാൻ തയ്യാറാണ് എങ്കിൽ വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ ഒരു കറക്റ്റ് പെർഫെക്ഷനിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിന്നെ വഴി നടത്തുവാൻ മതിയായവന് എന്ന് നിന്നെ ദൈവം പദ്ധതി ഇട്ടതുപോലെ നീ എത്ര വിദൂരത്തിലാണ് എങ്കിലും ഒരു ബോവാസിന്റെ പട്ടണത്തിലേക്ക് ഭവനത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിന്റെ ചരിത്രത്തെ മാറ്റുവാൻ അവർ മതിയായവനായി എന്ന. Amen. You're ready to take a diversion from your current journey. Hallelujah. But he is ready to bring you into a Boaz's house to build you up and bless you and multiply you. എന്താണ് റൂത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? What happened in life of Ruth? സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് She lost everything in her life. അവൾ ഹല്ലേലൂയ നവോമിയുടെ ചേർന്ന് നിൽക്കുവാൻ തുടങ്ങിയപ്പോൾ When she started getting along with Naomi, എവിടെ നവോമി പോയാലും നവോമിയുടെ കൂടെ നടക്കുവാൻ തുടങ്ങിയതുകൊണ്ട് she accompanied Naomi everywhere. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം കാംക്ഷിക്കുന്ന ഒരുവന്റെ കൂടെ നടന്നതുകൊണ്ട്, because she was walking and going along with someone who is carrying the presence of the Lord. അവളുടെ ഹല്ലേലൂയ വസ്ത്രം മാറാൻ തുടങ്ങി. The dress code changed. നവോമി ചെന്ന് ഉടുത്തിരുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ മാറാൻ തുടങ്ങി. Naomi's clothing was changed. അവൾ ബത്ലഹേമിൽ ചെന്ന് ബോവസുമായി കണ്ടുമുട്ടിയപ്പോൾ ഒരു എൻകൗണ്ടർ അവിടെ തുടങ്ങുവാൻ തുടങ്ങി. Amen. When she met Boaz, she had a encounter. അവിടെ ഹല്ലേലൂയ അവളുടെ വസ്ത്രത്തിന്റെ നിറം മാറാൻ തുടങ്ങി. The color of her dress started അവളുടെ ലാംഗ്വേജ് മാറാൻ തുടങ്ങി. The language started changing. അവളുടെ അവസ്ഥയ്ക്ക് രൂപാന്തരം വരുവാൻ തുടങ്ങി. Then her situation completely started turning around. അവിടെ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ താഴെ വീഴുന്ന പെറുക്കം പോയിക്കൊണ്ടിരുന്നവൾ അതിന്റെ യജമാനത്തിയുടെ പദവിയിലേക്ക് കയറുവാൻ തുടങ്ങി. Amen. Her position started changing because she went there to collect what was on the floor. അവളുടെ വർഷിപ്പിന്റെ സ്റ്റൈൽ മാറാൻ തുടങ്ങി. The style of her worship started changing. അതുപോലെ ഇന്ന് ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചില രൂപാന്തരം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. The Holy Spirit is reminding some of your lifestyle is changing, your look is changing, your worship is changing. Something has started already.